ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എജു ഹെൽപ്പ് ഓൺലൈൻ ക്ലാസ്സസ്. ഇന്ന് നമ്മൾ 3-ാം ക്ലാസ്സിലെ മലയാളത്തിൽ നക്ഷത്രവും പൂവും എന്ന ഒരു പുതിയ കവിതാ ഭാഗത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ഓൺലൈൻ കൂട്ടുകാരെല്ലാവരും കണ്ടിട്ടുണ്ടാകുമല്ലോ. വീരാൻകുട്ടി എഴുതിയ നക്ഷത്രവും പൂവും എന്ന കവിതയാണ് ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. ഈ കവിതയുടെ ആശയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നക്ഷത്രവും പൂവും എന്ന കവിതാ ഭാഗത്തേക്ക് പ്രവേശിക്കാം. കവിതയിലേക്ക് പോകുന്നതിന് മുമ്പ് കവിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഈ കവിത എഴുതിയത് വീരാൻകുട്ടിയാണ്. മലയാളത്തിലെ പ്രശസ്ത കവി. 1962 ജൂലൈയിൽ കോഴിക്കോട് വടകരയിലാണ് ജനനം. അധ്യാപകനായിരുന്നു. കുട്ടികൾക്ക് വേണ്ടി ധാരാളം കവിതകളും നോവലുകളും എഴുതിയിട്ടുണ്ട്. ഒരിക്കൽ ആകാശം മണ്ണിൽ നിൽക്കുന്ന പാവം മുക്കുറ്റിയോട് വഴക്കിന് ചെന്നുപോലും. മിന്നിത്തിളങ്ങുന്ന നക്ഷത്രത്തെ കാട്ടി ഇതുപോലൊന്ന് നിനക്കുണ്ടോ എന്ന് ചോദിച്ചായിരുന്നു ആകാശത്തിൻ്റെ വഴക്ക്. സങ്കടം കൊണ്ട് കണ്ണു നിറഞ്ഞ മുക്കുറ്റിച്ചെടി തല കുനിച്ചുവത്രേ. പിന്നീട് എന്താ ഉണ്ടായെന്ന് കൂട്ടുകാർക്കറിയണ്ടേ? അതറിയാൻ നമുക്ക് നക്ഷത്രവും പൂവും എന്ന ഈ കവിത ഒന്ന് വായിക്കാം, അല്ലേ? കവിത എന്ന് പറയുമ്പോൾ അത് പാടി ആസ്വദിച്ച് കേൾക്കാനുള്ളതാണ്, അല്ലേ? കവിതയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ ആസ്വാദനമാണ്. അപ്പോൾ ടീച്ചർ പറഞ്ഞല്ലോ, കൂട്ടുകാർ നിങ്ങളുടേതായ രീതിയിലുള്ള നല്ല ഒരു ഈണം കണ്ടെത്തി പാടണമെന്ന്. അപ്പോൾ ഞാനൊരു ഈണം കണ്ടെത്തിയിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ ഒന്ന് പാടി കേൾപ്പിക്കാം. ഓക്കെ. നക്ഷത്രമൊന്നിനെ കാട്ടി വാനം മുക്കുറ്റിയോടു ചോദിച്ചു. നക്ഷത്രമൊന്നിനെ കാട്ടി വാനം മുക്കുറ്റിയോടു ചോദിച്ചു. ഉണ്ടോരെണ്ണമീ വണ്ണം നിനക്കെന്നോട് മത്സരം കൂടാ, നിനക്കെന്നോട് മത്സരം കൂടാ. താണുപോയല്ലോ ശിരസ്, ചെടിക്കീറനായല്ലോ മിഴികൾ. താണുപോയല്ലോ ശിരസ്, ചെടിക്കീറനായല്ലോ മിഴികൾ. ഇല്ലായ്മ സമ്മതിക്കുമ്പോൾ വേറെ വല്ലായ്മയെന്തുള്ളു പാരിൽ, വേറെ വല്ലായ്മയെന്തുള്ളു പാരിൽ. അന്നേരമുണ്ടാ ശിരസിൽ ഒരു കുഞ്ഞു പൂവിൻ്റെ വിരിയൽ. അന്നേരമുണ്ടാ ശിരസിൽ ഒരു കുഞ്ഞു പൂവിൻ്റെ വിരിയൽ. രത്നം പതിച്ചതുപോലെ അതിൻ കാന്തിയെങ്ങും ചിതറുന്നു, അതിൻ കാന്തിയെങ്ങും ചിതറുന്നു. കണ്ണഞ്ചുമാറായി വ്യോമം മണ്ണിൽ ഇത്രയുണ്ടാവുമോ ചന്തം. കണ്ണഞ്ചുമാറായി വ്യോമം മണ്ണിൽ ഇത്രയുണ്ടാവുമോ ചന്തം. നക്ഷത്രമെത്ര നിസാരം ഇതാ ഭൂമിയിലെ പൊന്നുതാരം, ഇതാ ഭൂമിയിലെ പൊന്നുതാരം. അത്രയും താഴ്മയിൽ നിന്നേ വരൂ ഇത്രയ്ക്കഴകു പൂവിനും. അത്രയും താഴ്മയിൽ നിന്നേ വരൂ ഇത്രയ്ക്കഴകു പൂവിനും, ഇത്രയ്ക്കഴകു പൂവിനും. അപ്പോൾ കൂട്ടുകാർ കവിത പാടിയത് കേട്ടല്ലോ.
കൂട്ടുകാരും ഇതേപോലെ മനോഹരമായ ഒരു ഈണം കണ്ടെത്തി പാടി പഠിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഈ കവിതയുടെ ആശയം എന്താണെന്ന് നോക്കാം. മിന്നിത്തിളങ്ങി നിൽക്കുന്ന ഒരു നക്ഷത്രത്തെ ചൂണ്ടിക്കാട്ടി ആകാശം മുക്കുറ്റിയോട് ചോദിച്ചു. എന്താ ചോദിച്ചേ? ഇതുപോലെ ഭംഗിയുള്ള ഒരെണ്ണം വെറും മണ്ണിൽ നിൽക്കുന്ന മുക്കുറ്റിയായ നിനക്കുണ്ടോ? അതിനായി എന്നോട് മത്സരിക്കാൻ നീ തയ്യാറാണോ? ആ ചോദ്യം കേട്ട മുക്കുറ്റിച്ചെടി സങ്കടത്തോടെ തല താഴ്ത്തി. എന്തുകൊണ്ടായിരിക്കും തല താഴ്ത്തിയത്? കാരണം അവൾക്ക് നക്ഷത്രം പോലെ സുന്ദരമായ ഒരു പൂവ് ഇല്ലായിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. തൻ്റെ ഇല്ലായ്മയെ ആകാശം പരിഹസിച്ചപ്പോൾ അവൾക്ക് അത് സഹിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അവളുടെ കുനിഞ്ഞ ശിരസിൽ ഒരു കുഞ്ഞു പൂവ് പെട്ടെന്ന് വിരിഞ്ഞു വന്നു. രത്നം പോലെ അത് തിളങ്ങി അവിടെയെല്ലാം പരന്നു. ആകാശത്തിൻ്റെ കണ്ണഞ്ചിപ്പോയി. മണ്ണിൽ നക്ഷത്രത്തിൻ്റെ ശോഭയെ വെല്ലുന്ന ഇത്രയും ഭംഗിയുള്ള ഒന്നുണ്ടാവുമോ? നക്ഷത്രത്തിൻ്റെ ശോഭ ഈ പൂവിന് മുന്നിൽ ഒന്നുമല്ലല്ലോ. ഭൂമിയിലെ നക്ഷത്രമാണ് ഈ പൂവ്. എത്ര താഴ്മയോടെയാണ് ആ കൊച്ചു ചെടി നിൽക്കുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ പൂവിന് ഇത്രയും ചന്തം. അഹങ്കാരം എല്ലാത്തിൻ്റെയും സൗന്ദര്യം ഇല്ലാതാക്കുന്നു. എളിമയിലാണ് ഏറ്റവും സൗന്ദര്യമുള്ളത് എന്നാണ് ഈ കവിത നമ്മെ പഠിപ്പിക്കുന്ന പാഠം. അപ്പോൾ കൂട്ടുകാർക്ക് ഈ കവിതയുടെ ആശയവും മനസ്സിലായല്ലോ. അപ്പോൾ ഇനി നമുക്ക് ഇന്ന് ടീച്ചർ തന്ന പ്രവർത്തനങ്ങളിലേക്ക് പോകാം. നമ്മുടെ ഒന്നാമത്തെ പ്രവർത്തനം പകരം പദങ്ങൾ കണ്ടെത്താം എന്നുള്ളതാണ്. നമ്മുടെ പാഠപുസ്തകത്തിലെ 55-ാമത്തെ പേജിൽ ഈ പ്രവർത്തനം തന്നിട്ടുണ്ട്. താഴെ പറയുന്ന പദങ്ങൾക്ക് പകരമായി കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ കണ്ടെത്തുക. ഇവിടെ കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട്. ഈ വാക്കുകൾക്ക് പകരം ഈ വാക്കുകളുടെ സമാന അർത്ഥമുള്ള മറ്റു പദങ്ങളാണ് ഈ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആ പദങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി അതിൻ്റെ നേരെ എഴുതുക. അതാണ് നമ്മുടെ പ്രവർത്തനം. നമുക്ക് നോക്കാം. ആകാശം, കണ്ണ്, ഭംഗി, നക്ഷത്രം, പൂവ്. ഇതാണ് ഇവിടെ തന്നിരിക്കുന്ന പദങ്ങൾ. ഈ പദങ്ങൾക്ക് പകരമായി ഇതേ അർത്ഥം വരുന്ന ഏത് പദങ്ങളാണ് കവിതയിൽ ഉള്ളതെന്ന് നമുക്ക് കവിത വായിച്ചു ഒന്ന് കണ്ടെത്തിക്കൂടെ? നോക്കിക്കേ, ഏതൊക്കെ പദങ്ങളാണ് പകരം ഉപയോഗിച്ചിരിക്കുന്നത്? ആകാശം എന്നുള്ളതിന് പകരം വാനം, കണ്ണ് എന്നുള്ളതിന് പകരം മിഴികൾ, ഭംഗി എന്നുള്ളതിന് കാന്തി, നക്ഷത്രം എന്നുള്ളതിന് പകരം താരം, പൂവ് എന്നുള്ളതിന് പകരം നമുക്ക് കുസുമം എന്നീ പദങ്ങളാണ് ഈ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കൂട്ടുകാർ ഇത് പാഠപുസ്തകത്തിൽ കണ്ടെത്തി അതിൻ്റെ അടിയിലൊന്ന് വരച്ചിടുക. ഓക്കെ, അടുത്തത് മഞ്ഞപ്പാവാട എന്ന നമ്മുടെ പാഠത്തിൽ വിട്ടുപോയ ഒരു പ്രവർത്തനമുണ്ടായിരുന്നു. 51-ാമത്തെ പേജിലുള്ള കണ്ടെത്തി എഴുതൂ. കൂട്ടുകാർ ആ പ്രവർത്തനം ഒന്ന് എടുത്തേ. അവൾക്ക് സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു അത്. മഞ്ഞപ്പാവാടയിലെ പെൺകുട്ടിക്കുണ്ടായ വിഷമമാണ് ഈ വാക്യത്തിലൂടെ സൂചിപ്പിക്കുന്നത്, അല്ലേ? നമുക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു ആ വിഷമം. ഇവിടെ വിഷമം മാത്രമല്ല, സന്തോഷവും, അങ്ങനെ പല വികാരങ്ങളും നമുക്ക് ഈ രീതിയിൽ പ്രകടിപ്പിക്കാൻ സാധിക്കും. അടുത്ത് നോക്കിക്കേ, എനിക്ക് സങ്കല്പിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അവിടെ നിന്നും കിട്ടിയ സമ്മാനങ്ങൾ. അതായത് ഇത്രയും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയും നല്ലൊരു സമ്മാനം കിട്ടുമെന്ന്, അല്ലേ? അപ്പോൾ അതിലും നല്ലൊരു സമ്മാനം കിട്ടിയപ്പോൾ എനിക്കത് സങ്കല്പിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇതുപോലുള്ള വാക്യങ്ങൾ വരുന്ന സന്ദർഭങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിലുണ്ടാകും സാധാരണയായിട്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങൾ കണ്ടെത്തി എഴുതാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ. 1, അയാൾക്ക് കുടിക്കാവുന്നതിലും അപ്പുറമായിരുന്നു ചായയുടെ ചൂട്, അല്ലേ? ചായ കൊണ്ടുതന്നു, പക്ഷെ നമുക്ക് കുടിക്കാൻ പറ്റുന്നതിലും കൂടുതൽ ചൂട് ആ ചായക്കുണ്ടായിരുന്നു. അടുത്ത്, എനിക്ക് വിശ്വസിക്കാവുന്നതിലും അപ്പുറമായിരുന്നു ആ കാഴ്ച. ഒരിക്കലും ആ കാഴ്ച എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവിശ്വസനീയമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു അത്. 3, അവൾക്ക് കഴിക്കാവുന്നതിലും അപ്പുറമായിരുന്നു കറിയുടെ എരിവ്. എരിവ് കാരണം ആ കറി നമുക്ക് കഴിക്കാനേ പറ്റുകയില്ല, അത്രയ്ക്കും എരിവായിരുന്നു എന്നാണ് അത് അർത്ഥമാക്കുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ. ഇനി കൂട്ടുകാർ നിങ്ങളുടെ സ്വന്തമായ രീതിയിൽ ഒരു 2 വാക്യങ്ങളും കൂടി കണ്ടെത്തി എഴുതി നോക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് കൂട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. കവിത നന്നായിട്ട് പാടി പഠിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. സീ യു. ഗുഡ് ബൈ.